ശ്രീ ശങ്കര ഭഗവത് പാദർ രചിച്ച ബ്രഹ്മജ്ഞാനാവലിമാല എന്ന പ്രകരണ ഗ്രന്ഥത്തിന് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ പ്രൗഢാനുഭൂതി എന്ന പുസ്തകത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് കേൾക്കാം. ബ്രഹ്മജ്ഞാനാവലിമാല. അനുഭവത്തെയും യുക്തിയെയും ആശ്രയിച്ച് ബ്രഹ്മാനുഭൂതി ഭാവന ചെയ്തുറപ്പിക്കുന്ന ഒരു കൃതിയാണ് ബ്രഹ്മജ്ഞാനാവലിമാല. 21 ചെറുപദ്യങ്ങൾ അടങ്ങുന്ന ലളിതവും മനോഹരവുമായ കൃതി. കൃതിയുടെ ലാളിത്യം എടുത്തു കാട്ടുന്നതാണ് ആദ്യത്തെ പദ്യം. സകൃശ്രവണമാത്രേണ ബ്രഹ്മജ്ഞാനം യതോ ഭവേത് ബ്രഹ്മജ്ഞാനാവലിമാല സർവേഷാം മോക്ഷസിദ്ധയേ. യതഃ ഏതൊരു കൃതിയുടെ അഭ്യാസം കൊണ്ട് സകൃത് ശ്രവണമാത്രേണ ഒരിക്കൽ കേട്ടാൽ തന്നെ ബ്രഹ്മജ്ഞാനം ഭവേത് ബ്രഹ്മാനുഭവമുണ്ടാകുമോ. ബ്രഹ്മജ്ഞാനാവലിമാല അത്തരം ഒരു കൃതിയാണ് ബ്രഹ്മജ്ഞാനാവലിമാല. സർവേഷാം മോക്ഷസിദ്ധയെ ആർക്കും മോക്ഷം നേടിക്കൊടുക്കാൻ കഴിവുള്ളതാണ് ഈ കൃതി. ഏതൊരു കൃതിയുടെ അഭ്യാസം കൊണ്ട് ഒരിക്കൽ കേട്ടാൽ തന്നെ ബ്രഹ്മാനുഭവമുണ്ടാകുമോ അത്തരം കൃതിയാണ് ബ്രഹ്മജ്ഞാനാവലിമാല. ആർക്കും മോക്ഷം നേടിക്കൊടുക്കാൻ കഴിവുള്ളതാണ് ഈ കൃതി. സർവേഷാം മോക്ഷസിദ്ധയെ ആർക്കും മോക്ഷം നേടിക്കൊടുക്കാൻ കഴിവുള്ള കൃതിയാണ് ബ്രഹ്മജ്ഞാനാവലിമാല. എന്തുകൊണ്ട്? ബ്രഹ്മജ്ഞാനമാണ് മോക്ഷം. ബ്രഹ്മജ്ഞാനത്തെ ഉളവാക്കാൻ ഉതകുന്ന ബ്രഹ്മഭാവന അത്യന്തം ലളിതമായി ഇതിൽ പ്രതിപാദിക്കുന്നു. ഒരു കുട്ടിക്ക് പോലും അത് മനഃപ്പാഠമാക്കി അഭ്യസിക്കാവുന്നതാണ്. അതുപോലെ നിലനിൽപ്പിൻ്റെ പൊരുൾ ബ്രഹ്മമാണെന്ന് 1-2 ചെറുപദ്യങ്ങൾ കൊണ്ടു തന്നെ ഇതിൽ യുക്തിപൂർവം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഉചിതമായ ഭാവനയും ശാസ്ത്രവിചാരവും ഒരുവനെ അതിവേഗം ബ്രഹ്മാനുഭവത്തിന് പാത്രമാക്കി തീർക്കുന്നു. ഇനിയും അടുത്ത 15 പദ്യങ്ങളിൽ എങ്ങനെ ബ്രഹ്മഭാവന അഭ്യസിക്കണം എന്നാണ് വെളിപ്പെടുത്തുന്നത്. അസംഗോഹം അസംഗോഹം പുനഃ പുനഃ സച്ചിദാനന്ദരൂപോഹം അഹമേവാഹമവ്യയഃ. അഹം അസംഗഃ ഞാൻ ഒന്നിനോടും സംഗമില്ലാത്തവനാണ്. അഹം അസംഗഃ ഞാൻ ഒന്നിനോടും സംഗമില്ലാത്തവനാണ്. പുനഃ പുനഃ വീണ്ടും വീണ്ടും അഹം അസംഗഃ ഞാൻ ഒന്നിനോടും സംഗമില്ലാത്തവനാണ്. അഹം സച്ചിദാനന്ദരൂപഃ ഞാൻ സത്തും ചിത്തും ആനന്ദവും ഒന്നായി ചേർന്ന സ്വരൂപത്തോടു കൂടിയവനാണ്. അഹമേവ ഞാൻ എന്നും ഞാൻ തന്നെയാണ്. അഹം അവ്യയഃ ഞാൻ ഒരിക്കലും അഴിവില്ലാത്തവനാണ്. ഞാൻ ഒന്നിനോടും സംഗമില്ലാത്തവനാണ്. ഞാൻ ഒന്നിനോടും സംഗമില്ലാത്തവനാണ്. വീണ്ടും വീണ്ടും ഞാൻ ഒന്നിനോടും സംഗമില്ലാത്തവനാണ്. ഞാൻ സത്തും ചിത്തും ഒന്നായി ചേർന്ന സ്വരൂപത്തോടു കൂടിയവനാണ്. ഞാൻ എന്നും ഞാൻ തന്നെയാണ്. ഞാൻ ഒരിക്കലും ഒരഴിവും ഇല്ലാത്തവനാണ്. അഹം അവ്യയഃ ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. എങ്ങനെ അറിയാം? ഞാനെന്നും ഞാൻ തന്നെയായതുകൊണ്ടറിയാം. എല്ലാ പ്രാണികളിലും വ്യക്തമായി അനുഭവപ്പെടുന്ന ഞാൻ എന്ന ബോധാംശം ബ്രഹ്മത്തിൻ്റെ തന്നെ പ്രത്യക്ഷമായ സ്ഫുരണമാണ്. ഈ അനുഭവം ഒരു മാറ്റവുമില്ലാതെ എപ്പോഴും ഞാൻ എന്നു തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത് സത്യമാണ്. മാറ്റമില്ലാത്ത അനുഭവമാണ് സത്യം. ഇനിയും അനുഭവിക്കുമ്പോഴൊക്കെ ഞാൻ ഉണ്ട് എന്നാണ് അനുഭവം. ഞാനില്ല എന്നാരും അനുഭവിക്കാറില്ലല്ലോ. എപ്പോഴും ഉണ്ട് എന്നു മാത്രം അനുഭവിക്കുന്ന വസ്തു ഒരഴിവുമില്ലാത്തതാണ്. ഇല്ലാതായി പോകലാണല്ലോ അഴിഞ്ഞുപോകൽ. ഞാനിന് ഒരിക്കലും അത് സംഭവിക്കുന്നില്ല.
കുടം, വസ്ത്രം തുടങ്ങിയ ലോകത്തു കാണപ്പെടുന്ന ഏതിനെയും ഇല്ലെന്നനുഭവിക്കാൻ കഴിയും. ഞാനിനെ മാത്രം ഇല്ലെന്നൊരിക്കലും അനുഭവിക്കാൻ കഴിയുകയില്ല. ഇല്ലെന്നനുഭവിക്കണമെങ്കിൽ പോലും ഞാനുണ്ടായല്ലേ പറ്റൂ. ഉണ്ട് എന്ന അനുഭവമാണ് ഉണ്മ. ഉണ്മയുടെ ഈ അനുഭവം ചിത്തിനു മാത്രമേയുള്ളൂ. ചിത്തും ബോധവും പര്യായ പദങ്ങളാണ്. ഉണ്ടെന്നനുഭവമുള്ള ഒരൊറ്റ വസ്തു മാത്രമേ ലോകത്തുള്ളൂ. അതാണ് ചിത്ത്. ഈ ചിത്ത് ശുദ്ധമായി അനുഭവപ്പെടുന്ന ഇടമാണ് ആനന്ദം. ആനന്ദാനുഭവത്തിൽ സത്തും ചിത്തും ആനന്ദവും ഒരുമിച്ച് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് സത്തും ചിത്തും ആനന്ദവും ഒരുമിച്ചു ചേർന്നതാണ് എൻ്റെ സ്വരൂപം. സത്തും ചിത്തും ആനന്ദവും ഒരുമിച്ചു ചേർന്ന് അനുഭവ സ്വരൂപമായി വിളങ്ങുന്ന എനിക്ക് ആലോചിച്ചാൽ മറ്റൊന്നിനോടും ഒരു ബന്ധവുമില്ല. സ്വദേഹമുൾപ്പെടെ മറ്റെന്തിനോടും എനിക്കുണ്ടെന്ന് തോന്നുന്ന ബന്ധം സങ്കല്പം കൂടിച്ചേരുമ്പോഴാണ് സംഭവിക്കുന്നത്. സങ്കല്പമില്ലാതെ ഞാൻ മറ്റൊന്നിനെയും അനുഭവിക്കുന്നില്ല. കൂടിച്ചേരുന്നതും വിട്ടുപോകുന്നതുമാണ് സങ്കല്പം. സങ്കല്പമില്ലെന്നു വന്നാൽ എനിക്കൊന്നിനോടും ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ശുദ്ധരൂപത്തിൽ ഞാൻ ഒന്നിനോടും സംഘമില്ലാത്തവനാണ്. ഈ വസ്തുത വ്യക്തമായി ധരിച്ചുകൊണ്ട് ആവർത്തിച്ചുറപ്പിച്ചാൽ സങ്കല്പങ്ങൾ അചിരേണ വിട്ടുമാറി ബ്രഹ്മാനുഭവത്തിന് വഴി തെളിയും. അതിനുവേണ്ടിയാണ് അസംഗോഹം 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 പുനഃ പുനഃ എന്നാവർത്തിച്ച് ഉരുവിടുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ രണ്ടാം പദ്യത്തിൽ ആത്മാവിൻ്റെ വ്യക്തമായ സ്വരൂപത്തോടൊപ്പം ബ്രഹ്മാനുഭവത്തിനായുള്ള ഭാവനാഭ്യാസവും നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാം പദ്യത്തിൽ വിവരിച്ച ഭാവനാഭ്യാസത്തിലൂടെ ബ്രഹ്മാനുഭവം തെളിയുമ്പോൾ അതേത് പ്രകാരമായിരിക്കും എന്നാണ് ഇനി വിവരിക്കുന്നത്. അനുഭവം തെളിയാത്തയാൾക്കും ഇതാവർത്തിച്ച് ഭാവന ചെയ്ത് അഭ്യസിക്കാം. ബ്രഹ്മാകാര വൃത്തി ഭാവന ചെയ്ത് അഭ്യാസം തുടരുന്നതു തന്നെയാണ് അനുഭവത്തിനുള്ള രാജപാത. നിത്യശുദ്ധ വിമുക്തോഹം നിരാകാരോഹമച്യുതഃ ഭൂമാനന്ദസ്വരൂപോഹം അഹമേവാഹമവ്യയഃ. അഹം നിത്യശുദ്ധ വിമുക്തഃ. ഞാൻ സദാ ശുദ്ധനും വിമുക്തനുമാണ്. അഹം നിരാകാരഃ. ഞാൻ രൂപമില്ലാത്തവനാണ്. അച്യുതഃ. അതുകൊണ്ട് തന്നെ എൻ്റെ സ്വരൂപത്തിനൊരിക്കലും മാറ്റമില്ല. ഭൂമാനന്ദസ്വരൂപഃ അഹം. പൂർണ്ണ ആനന്ദസ്വരൂപനാണ് ഞാൻ. അഹമേവ അഹം. ഞാൻ എന്നും ഞാൻ തന്നെ. അഹം അവ്യയഃ. ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. ഞാൻ സദാ ശുദ്ധനും വിമുക്തനുമാണ്. ഞാൻ രൂപമില്ലാത്തവനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്വരൂപത്തിനൊരിക്കലും മാറ്റമില്ല. പൂർണ്ണ ആനന്ദ സ്വരൂപനാണ് ഞാൻ. ഞാൻ എന്നും ഞാൻ തന്നെ. ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. അഹം അവ്യയഃ. ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. എന്തുകൊണ്ട്? ഞാൻ എന്നും ഞാനായി തന്നെ വർത്തിക്കുന്നത് കൊണ്ട്. സങ്കല്പമറ മാറുന്നതോടെ ഞാൻ പൂർണ്ണ ആനന്ദ സ്വരൂപനായി തെളിയുന്നു. പൂർണ്ണ ആനന്ദമാണ് ഭൂമാനന്ദം. അതുതന്നെയാണ് ബ്രഹ്മം. ലോകത്തിന് അനുഭവപ്പെടുന്ന ആനന്ദങ്ങളൊക്കെ അല്പാനന്ദങ്ങളാണ്. സങ്കല്പമറ അവശേഷിക്കുന്നത് കൊണ്ടാണ് അവിടെ ആനന്ദം പൂർണ്ണമാകാത്തത്. സങ്കല്പമറ അവശേഷിക്കുന്നത് കൊണ്ടാണ് അവിടെ ആനന്ദം പൂർണ്ണമാകാത്തത്. ഛാന്ദോക്യ ഉപനിഷത്തിൽ ഭൂമാനന്ദം എങ്ങനെയുള്ളതാണെന്ന് സനത്കുമാരൻ നാരദന് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ആത്മാവിനെ അറിയുന്നയാൾ ശോകത്തെ കടക്കുന്നു എന്ന് നാരദൻ കേട്ടിരുന്നു. താൻ എല്ലാ വിദ്യകളും പഠിച്ചുറപ്പിച്ചു. പക്ഷേ ശോകത്തെ കടക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് നാരദൻ ആത്മാവിനെ അന്വേഷിച്ച് സനത്കുമാരൻ്റെ അടുത്തെത്തിയത്. എന്തെല്ലാം വിദ്യകളാണ് നാരദൻ പഠിച്ചത് എന്ന് സനത്കുമാരൻ ആരാഞ്ഞു. വേദങ്ങൾ, വേദാംഗങ്ങൾ തുടങ്ങി താൻ പഠിച്ച വിദ്യകളുടെ ഒരു നീണ്ട ലിസ്റ്റ് നാരദൻ സനത്കുമാരൻ്റെ മുൻപിൽ നിരത്തിവെച്ചു. നാരദൻ പഠിച്ചവയെല്ലാം വെറും കുറേ പേരുകൾ മാത്രമാണെന്നും
അവ കൊണ്ടൊന്നും വസ്തുബോധം ഉണ്ടാവുകയില്ലെന്നും സനത്കുമാരൻ അറിയിച്ചു. തുടർന്ന് സനത്കുമാരൻ നാരദന് ഭൂമാവിദ്യ ഉപദേശിച്ചു. എന്താണ് ഭൂമാവ്? പൂർണ്ണതയാണ് ഭൂമാവ്. എവിടെ മറ്റൊന്നു കാണാനില്ലയോ, മറ്റൊന്നു കേൾക്കാനില്ലയോ, മറ്റൊന്നറിയാനില്ലയോ, അതാണ് ഭൂമാവ്. എവിടെ മറ്റൊന്നു കാണാനുണ്ടോ, മറ്റൊന്നു കേൾക്കാനുണ്ടോ, മറ്റൊന്നറിയാനുണ്ടോ, അതല്പമാണ്. ഭൂമാവാണ് സുഖം, അല്പത്തിൽ സുഖമില്ല. ഇതായിരുന്നു സനത്കുമാരൻ്റെ ഉപദേശം. അദ്വൈത ബ്രഹ്മമാണ് ഭൂമാവ്. അഖണ്ഡബോധരൂപമായ ബ്രഹ്മം പൂർണ്ണാനന്ദമാണ്. അതറിഞ്ഞയാൾ ശോകത്തെ കടക്കുന്നു. നാരദൻ ഭൂമാവിനെ അറിഞ്ഞ് ശോകത്തെ കടക്കുന്നു. ഭൂമാവായ ആ പൂർണ്ണ ആനന്ദമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേക രൂപമൊന്നുമില്ല. ആനന്ദത്തിന് പ്രത്യേക രൂപമൊന്നുമില്ലെന്ന് അല്പാനന്ദമെങ്കിലും അനുഭവിച്ചിട്ടുള്ളവരോട് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പൂർണ്ണാനന്ദം ഒരിക്കൽ അനുഭവിച്ചാൽ പിന്നെ അതൊരിക്കലും നഷ്ടമാകുന്നില്ല. ജനനമോ മരണമോ ഇല്ലാത്ത പൂർണ്ണ വസ്തുവാണത്. അതാണ് അതിൻ്റെ അവ്യയത്വം. അതുകൊണ്ട് തന്നെ അത് നിത്യവിമുക്തവും നിത്യശുദ്ധവുമാണ്. രണ്ടില്ലാത്തിടത്ത് മുക്തിയും ശുദ്ധിയും നിത്യമാണെന്ന് തീർച്ച. ഇക്കാര്യമൊക്കെ ബുദ്ധിയിൽ നിരന്തരം അനുസന്ധാനം ചെയ്യുന്നയാൾ അചിരേണ ഭൂമാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തെ അനുഭവിക്കാൻ കഴിവുറ്റവനായിത്തീരുന്നു. ഭൂമാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തെ ബുദ്ധി കൊണ്ട് ആവർത്തിച്ച് അനുസന്ധാനം ചെയ്യേണ്ട വിധമാണ് ഇനിയും വിവരിക്കുന്നത്. നിത്യോഹം നിരവധ്യോഹം നിരാകാരോഹമച്യുതഃ പരമാനന്ദരൂപോഹം അഹമേവാഹമവ്യയഃ. അഹം നിത്യഃ, ഞാൻ ജനന മരണങ്ങളില്ലാത്ത നിത്യനാണ്. അഹം നിരവധ്യഃ, ഞാൻ കളങ്കം പുരളാത്തവനാണ്. അഹം നിരാകാരഃ അച്യുതഃ, ഞാൻ രൂപമില്ലാത്തവനും സ്വരൂപത്തിൽ നിന്നും വഴുതിപ്പോകാത്തവനുമാണ്. അഹം പരമാനന്ദരൂപഃ, ഞാൻ ആനന്ദം പൂർണ്ണരൂപം കൈക്കൊണ്ടവനാണ്. അഹമേവ അഹം, ഞാൻ എന്നും ഞാൻ തന്നെ. അവ്യയഃ, ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. ഞാൻ ജനന മരണങ്ങളില്ലാത്ത നിത്യനാണ്. ഞാൻ ഒരു കളങ്കവും പുരളാത്തവനാണ്. ഞാൻ രൂപമില്ലാത്തവനും സ്വരൂപത്തിൽ നിന്നും വഴുതിപ്പോകാത്തവനുമാണ്. ഞാൻ ആനന്ദം പൂർണ്ണരൂപം കൈക്കൊണ്ടവനാണ്. ഞാൻ എന്നും ഞാൻ തന്നെയാണ്. ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. അഹം അവ്യയഃ, ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. പരമകാരണമായ ബ്രഹ്മത്തിന് അവശ്യമുണ്ടായേ പറ്റൂ എന്ന കാര്യങ്ങളാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ജഗത്തിൻ്റെ പരമകാരണമാണ് എല്ലാവരും തിരയുന്നത്. ഒരു പരമകാരണം കണ്ടെത്തുന്നതുവരെ പ്രപഞ്ചരഹസ്യം ഒരു ചിന്തകനും പിടികിട്ടുന്നതല്ല. ശക്തിസ്പന്ദനം മുതൽ സൗരയൂഥ ഘടകങ്ങൾ വരെ ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ എവിടെയുണ്ടാകുന്നു, എവിടെ നിലനിൽക്കുന്നു, എവിടെ തിരിച്ചു മറയുന്നു എന്ന അന്വേഷണമാണ് പരമകാരണ അന്വേഷണം. അങ്ങനെയൊരു പരമകാരണമുണ്ടെന്നു വന്നാൽ അതിന് ചില പ്രത്യേകതകൾ കൂടിയേ തീരൂ. അത് മറ്റൊന്നിൽ നിന്ന് ഉണ്ടായതാകാൻ പറ്റില്ല. മറ്റൊന്നിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന് വന്നാൽ ആ മറ്റൊന്നായി പോകും പരമകാരണം. അതുകൊണ്ട് പരമകാരണം അജമായിരുന്നേ പറ്റൂ. ജനിക്കാത്തത് മരിക്കുകയില്ല. അതുകൊണ്ട് പരമകാരണം അമരമായിരുന്നേ പറ്റൂ. ജനനവും മരണവും ഇല്ലാത്ത വസ്തു മറ്റൊരു തരത്തിലുമുള്ള രൂപവികാര പരിണാമത്തിന് വഴങ്ങുന്നതായിരിക്കേയില്ല. അതുകൊണ്ട് അത് നിർവികാരമായിരുന്നേ പറ്റൂ. പരമകാരണം രണ്ടുണ്ടാകാൻ സാധ്യമല്ല. രണ്ടുണ്ടെന്നു വന്നാൽ ആ രണ്ടിനും മാറി മാറി നിൽക്കാൻ ഇടമരുളുന്ന മൂന്നാമതൊന്നിനെ അംഗീകരിക്കേണ്ടി വരും. അതോടെ പരമകാരണം ആ മൂന്നാമത്തേതായി മാറിപ്പോകും. അതുകൊണ്ട് പരമകാരണം ഏകവും അദ്വിതീയവുമായിരുന്നേ പറ്റൂ. കാര്യരൂപങ്ങൾ കാണുന്നിടത്തൊക്കെ പരമകാരണം ഉണ്ടായിരുന്നേ പറ്റൂ. അതുകൊണ്ട് പരമകാരണം സർവവ്യാപിയായിരിക്കും. സർവവ്യാപിയായ ഒന്നുണ്ടെന്നു വന്നാൽ പിന്നെ അതല്ലാതെ മറ്റൊന്നുണ്ടായിരിക്കാനേ സാധ്യമല്ല. സർവവ്യാപിയായ വസ്തു ഇല്ലാത്തിടത്തു വേണ്ടേ മറ്റൊന്നുണ്ടാകാൻ? കാര്യരൂപങ്ങളിൽ കാണുന്ന
എല്ലാ ശക്തികളുടെയും ഉറവിടം പരമകാരണമായിരിക്കും. അതുകൊണ്ട് പരമകാരണം സർവശക്തമായിരുന്നേ പറ്റൂ. കാര്യരൂപങ്ങളിൽ കാണുന്ന എല്ലാ അറിവുകളുടെയും ഉറവിടം പരമകാരണമായിരിക്കും. അതുകൊണ്ട് പരമകാരണം സർവജ്ഞമായിരുന്നേ പറ്റൂ. ഇങ്ങനെയൊരു പരമകാരണമുണ്ടെങ്കിൽ അതിൽ നിന്നും യഥാർത്ഥത്തിൽ മറ്റൊന്നും ഉണ്ടാകാൻ സാധ്യമല്ല. ഇങ്ങനെയൊരു പരമകാരണമുണ്ടെങ്കിൽ അതിൽ നിന്നും യഥാർത്ഥത്തിൽ മറ്റൊന്നുണ്ടാകാൻ സാധ്യമല്ല. നിർവികാരമായ ഒന്നിൽ നിന്നും യഥാർത്ഥത്തിൽ എന്തുണ്ടാകാനാണ്? അപ്പോൾ ഉണ്ടായി മറയുന്നതായി തോന്നുന്ന നാനാത്വമെല്ലാം മരുഭൂമിയിൽ കാനൽ ജലം കാണും പോലെ പരമകാരണത്തിലെ വെറും ഭ്രമാനുഭവങ്ങൾ മാത്രം. എന്തുകൊണ്ടാണ് ഈ ഭ്രമാനുഭവം? പരമകാരണത്തിൻ്റെ പൂർണ്ണത വിസ്മരിക്കപ്പെട്ടു പോകുന്നതാണ് ഈ ഭ്രമത്തിന് കാരണം. എന്തുകൊണ്ടാണ് പൂർണ്ണത വിസ്മരിക്കപ്പെടുന്നത്? പൂർണ്ണത വിസ്മരിച്ചിരിക്കുന്നു എന്നത് എല്ലാവരുടെയും അനുഭവമാണ്. പരമകാരണത്തിൻ്റെ പൂർണ്ണത വിസ്മരിക്കപ്പെട്ടു പോകുന്നതാണ് ഈ ഭ്രമത്തിന് കാരണം. എന്തുകൊണ്ടാണ് പൂർണ്ണത വിസ്മരിക്കപ്പെടുന്നത്? പൂർണ്ണത വിസ്മരിച്ചിരിക്കുന്നു എന്നത് എല്ലാവരുടെയും അനുഭവമാണ്. വിസ്മരണത്തിനകത്തു നിന്നുകൊണ്ട് കാരണം അന്വേഷിച്ചാൽ ഒരിക്കലും പിടികിട്ടുകയില്ല. ഇരുട്ടിനകത്തു നിന്നുകൊണ്ട് ഇരുട്ടിൻ്റെ ഉത്പത്തിസ്ഥാനം അന്വേഷിക്കുന്നത് പോലെ അത് വ്യർത്ഥമായിരിക്കും. വെളിച്ചം കൊണ്ടുവന്നിട്ട് ഇരുട്ട് മാറ്റുക, പിന്നെ ഇരുട്ടിൻ്റെ ഉത്പത്തിസ്ഥാനം അന്വേഷിക്കേണ്ട ആവശ്യവും വരികയില്ല. അതുപോലെ പൂർണ്ണത അനുഭവിക്കുക, അപ്പോൾ മാത്രമേ അപൂർണതയുടെ കാരണ അന്വേഷണവും അവസാനിക്കൂ. പൂർണ്ണത അനുഭവിക്കാനുള്ള രാജപാത തുറക്കുകയാണ് ബ്രഹ്മജ്ഞാനാവലിമാല എന്ന കൃതി. ഇതുവരെയുള്ള ചർച്ച ഇങ്ങനെ സംഗ്രഹിക്കാം. പരമകാരണത്തെക്കുറിച്ചറിയുന്നത് വരെ പ്രപഞ്ചരഹസ്യം ആർക്കും പിടികിട്ടുകയില്ല. പരമകാരണം അജവും അമരവും നിർവികാരവും ഏകവും സർവവ്യാപിയും സർവശക്തവും സർവജ്ഞവുമായിരുന്നേ പറ്റൂ. അങ്ങനെയുള്ള പരമകാരണത്തിലെ നാനാത്വദർശനം വെറും ഭ്രമമേ ആയിരിക്കുകയുള്ളൂ. പരമകാരണത്തിൽ പൂർണ്ണത മറന്നാണ് ഭ്രമകാരണം. ഒരിക്കൽ കൂടി വായിക്കാം. പരമകാരണത്തിൽ പൂർണ്ണത മറന്നതാണ് ഭ്രമകാരണം. പൂർണ്ണത വീണ്ടെടുക്കുന്നതോടെ എല്ലാ സന്ദേഹങ്ങളും ഒഴിഞ്ഞു മാറുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ആവർത്തിച്ച് മനനം ചെയ്തുകൊണ്ട് വേണം ബ്രഹ്മജ്ഞാനാവലിമാല എന്ന കൃതി പഠിക്കേണ്ടത്. അപ്പോൾ കൃതിയുടെ താത്പര്യം കയ്യിലെ നെല്ലിക്ക പോലെ തെളിഞ്ഞു വരും. ഇനിയും 4-ാം പദ്യം പിന്തുടരാം. ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. എന്തുകൊണ്ട്? പരമാനന്ദ സ്വരൂപനായതുകൊണ്ട്. എല്ലാവരും എല്ലാ കർമ്മങ്ങളിലൂടെയും തിരയുന്നത് ആനന്ദത്തിൻ്റെ പൂർണ്ണതയാണ്. തിരച്ചിലിനർത്ഥം തന്നെ ആ പൂർണ്ണത മറന്നുപോയി എന്നതാണ്. പൂർണ്ണതയുടെ മറവി എങ്ങനെ അകറ്റാൻ കഴിയും? പൂർണ്ണത ആവർത്തിച്ചോർമ്മിക്കണം, അതേയുള്ളൂ മാർഗം. പൂർണ്ണതയുടെ മറവി എങ്ങനെ അകറ്റാൻ കഴിയും? പൂർണ്ണത ആവർത്തിച്ചോർമ്മിക്കണം, അതേയുള്ളൂ മാർഗം. ഈ പൂർണ്ണത എവിടെ കണ്ടെത്താൻ കഴിയും? ഒരിക്കലും വഴുതിപ്പോകാത്ത നിരാകാര ബോധത്തിൽ രൂപമുള്ളിടത്തേ വഴുതിപ്പോകുമോ എന്ന ഭയം ആവശ്യമുള്ളൂ. ഒരിക്കലും വഴുതിപ്പോകാത്ത നിരാകാര ബോധത്തിൽ രൂപമുള്ളിടത്തേ വഴുതിപ്പോകുമോ എന്ന ഭയം ആവശ്യമുള്ളൂ. രൂപമില്ലാത്ത അഖണ്ഡബോധത്തിൽ വഴുതിപ്പോകുമോ എന്ന ഭയത്തിനേ ഇടയില്ല. വഴുതിപ്പോയി എന്നത് ഒരു മറവി മാത്രമാണ്. മടിയിലിരിക്കുന്ന താക്കോൽ മറന്നിരിക്കുമ്പോഴും മടിയിലുണ്ടെന്നുള്ളതാണ് വസ്തുത. അതുപോലെ പൂർണ്ണത മറന്നിരിക്കുമ്പോഴും പൂർണ്ണത നിലവിലുണ്ടെന്നുള്ളതാണ് വസ്തുത. അക്കാര്യം ആവർത്തിച്ചോർമ്മിച്ചാൽ മതി. പൂർണ്ണത നിഷ്കളങ്കവും നിത്യവുമാണെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല. പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായ ബ്രഹ്മം ബോധരൂപമാണെന്നും അഖണ്ഡാനന്ദ സ്വരൂപമാണെന്നും ആവർത്തിച്ച് വെളിപ്പെടുത്തുന്നു. 5-ാം പദ്യം. ശുദ്ധചൈതന്യരൂപോഹം ആത്മാരാമോഹമേവ ച അഖണ്ഡാനന്ദരൂപോഹം അഹമേവാഹമവ്യയഃ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.